SSLCന്റെ എല്ലാ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഇന്ന് റിസൾട്ട് വന്നിട്ടാ. അപ്പൊ അതില് നമ്മളെ ഋതു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞാൽ ഭയങ്കര എല്ലാരും ചോദിക്കുന്ന ഒരു സംഭവല്ലേ, എത്ര A+ ഉണ്ട് ചോദിക്കുന്നില്ലേ. അപ്പൊ ഇപ്രാവശ്യം ഋതു നമ്മളെ ഇനിയൊരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ശ്രീമായൂർ ഋത്തിക്കും, അത് കഴിഞ്ഞാൽ വൃശ്ചിക്ക് അങ്ങനെയുള്ളത്. അപ്പൊ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് ഋതു എങ്ങനെയുണ്ട് പരീക്ഷയിലോ? ഇപ്രാവശ്യത്തെ ടഫേനു ടഫ് പറയുന്ന കേൾക്കുമ്പോ അതിനൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. എല്ലാരും ടീച്ചർമാരും അങ്ങനത്തെ എല്ലാരും അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ ടഫേനു കഴിഞ്ഞ പ്രാവശ്യത്തിനെ കാട്ടി ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ മാസ്റ്റർ പീസ് പറഞ്ഞാല് ചിരിക്കാണ്ട് നല്ലോണം അഭിനയിക്കും. ഇപ്പൊ പറയുന്ന കേട്ടാ ഒരു വീര്യത്തില്. ഹായ്, നമുക്ക് പരീക്ഷയിൽ എഴുതണ്ടേ? ലാസ്റ്റ് പഠിച്ചേ. അപ്പൊ പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാ പരീക്ഷ എഴുതിയ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും. മാർക്ക് കുറയോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര മാർക്കൊന്നും കിട്ടിയില്ല, ഒന്നും ടെൻഷൻ അടിക്കരുത്. നന്നായിട്ട് എന്നും ഒരുപാട് അവസരങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പറഞ്ഞാൽ ഇതാണ് നമ്മളെ ജീവിതത്തിന്റെ ഇതെന്ന്. പക്ഷെ ഇതിനിടയ്ക്ക് എന്നോട് ആരും പറഞ്ഞു, മോള് +1-ലല്ലേ, +2-ൽ എത്തുമ്പോൾ തിരിഞ്ഞോളൂ, +2 ആണ് ഇപ്പൊ എല്ലാം തീരുമാനിക്കുന്നത്, 10ാം ക്ലാസ് ഒന്നല്ല. പണ്ട് SLC എന്ന് പറഞ്ഞാൽ അത്രക്ക് ഇതാണ്. ഇപ്പം അപ്പോൾ അല്ല, SLC എന്ന് പറഞ്ഞാൽ അതൊരു ഘട്ടാന്നല്ല. അപ്പോൾ എന്തായാലും പരീക്ഷ എഴുതിയ എല്ലാവർക്കും ആശംസകൾ. നന്നായിട്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ എന്നോട് ആരും ടെൻഷൻ അടിക്കൽ വിഷമിക്കുന്ന ചെറു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ തന്നെ പറഞ്ഞു ഇരുന്നിട്ട് അതിനുട്ടി നോക്കുന്ന സമയത്ത് ചടങ്ങിലേക്ക് കിടക്കാം. ഏതാണെന്നു എന്നാ ഇതിന്റെ ആപ്പ് എന്ന് പറഞ്ഞാലും അത് നമ്മളിങ്ങനെ അടിച്ചു കൊടുത്താല് ഏതെങ്കിലും ആപ്പ് വരും. കൈറ്റിൽ നോക്കാം നമുക്ക്, അങ്ങനെ കുറെ പേജ് ഉണ്ട്. എക്സ്പീരിയൻസ് ഇപ്പൊ അടുത്തുള്ളുണ്ട്. കവി പണ്ടെല്ലാം നോക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലല്ലോ, നമുക്ക് പേപ്പറിൽ വരുത്തല്ലേ. എന്താണ് ആ സമയത്തുള്ള ഒരു അനുഭവം? പറയണ്ടല്ല, ഞാൻ ആകാംക്ഷയിൽ കാത്തു നിൽക്കുന്നല്ലേ, എന്തായാലും പാസ്സായിനോ പൊട്ടിനോ ഒന്നറിയില്ലല്ലോ എന്നുള്ള ഒരാകാംക്ഷയിൽ കാത്തു നിൽക്കും. ഒരു ടെൻഷൻ തന്നെയാണ് അതൊന്ന് കാണുന്നവരെ. പിന്നെ പാസ്സായി എന്നറിയുമ്പോ ഒരു സന്തോഷം. നമുക്ക് എങ്ങനെയെങ്കിലും പാസ്സായി കിട്ടിയാൽ മതി, അതാണ് നമ്മളിത്. മാർക്ക് അധികം അങ്ങനെയൊന്നും നമ്മളെ സമയത്ത് നമ്മള് പക്ഷെ മാർക്ക് എങ്ങനെയാലും പാസ്സാകും. നല്ല മാർക്ക് കിട്ടണം എന്ന് വെയിറ്റ് ചെയ്യുന്ന കുറെ കുട്ടികളുണ്ടാവും. അങ്ങനെ അവർക്ക് മാർക്കായിരിക്കും ലക്ഷ്യം, നമുക്ക് എങ്ങനെയെങ്കിലും പാസ്. കുറെ പിള്ളേർ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ 9 A+ഉം ഒരു A ആയിട്ട് മറ്റേ ഇത് കൊടുത്തിട്ട് ഇമ്പ്രൂവ്മെന്റ് അല്ല ഇങ്ങനെ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ആ അതന്നെ, ഒരു A+ വേണ്ടി നമ്മൾ കഷ്ടപ്പെടി ഒന്ന് കിട്ടാൻ വേണ്ടി റെസ്പോണ്ട് കൊടുക്കുന്നുണ്ടേ. അപ്പൊ ശരി അനുട്ടി, അതിനകത്ത് നോക്കും നമ്മള് കൈറ്റ് പറഞ്ഞ ആപ്ലിക്കേഷൻ അവന്റെ അഡ്മിഷൻ അടിക്കും. നെഞ്ചുടുക്കിന്റെ താളത്തോടിപ്പിൽ ഒന്നുമില്ല എഴുതിനാ കുറച്ചാ. അപ്പൊ ഋതു നമ്മളപ്പുറം കഴിഞ്ഞ 2 മാസമായിട്ട് ഋതു നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അമ്മ പോയതിന് ശേഷം ഋതുവിനെ കിട്ടാണ്ട് എല്ലാ ദിവസവും ഉണ്ടായാലും ഋതു എല്ലാ യാത്രക്കും എല്ലാം ഋതു വന്നതിനും. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് അടിപൊളിയും. പരീക്ഷയ്ക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പരീക്ഷകൾ ഇടുന്ന പരീക്ഷക്കെല്ലാം പോയിന്. അപ്പൊ പിന്നെ മാമിന്റെ ഒരു ചെറിയ ഇതുണ്ടാവും, നോക്കാം. അനുട്ടി നോക്കാം അനുട്ടി നോക്കാം. അത് നൂനെ കാണിക്കാതെ വന്നാ അങ്ങനെ കാണിക്കല്ലോ. നീ കാണിച്ചിട്ടില്ലല്ലോ അനു, നിന്റെ കാണിച്ചിട്ടില്ലല്ലോ. നീ നിന്റെ കാണിച്ചിട്ടില്ല ആ സമയത്ത്. വാ, കൺഗ്രാറ്റ്സ്. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ തന്നെയാണോ? ഇത് എന്റെ പരീക്ഷ പേപ്പറല്ല. ഇപ്പൊ കുറച്ചു നേരത്തെ വരെ അങ്ങനല്ലോ പറഞ്ഞേ. ഋതു നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഋതു എങ്ങനെയുണ്ട് മോനെ? വിചാരിച്ച പോലത്തെ മാർക്കെല്ലാം കിട്ടിയാ? വിചാരിച്ചാലും കൂടുതൽ കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അതെയാ, A+ കാര്യമെല്ലാം പറയുന്ന കവി. കഴിഞ്ഞ പ്രാവശ്യം അനുട്ടീനെ വേണ്ടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫിസിക്സ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. അതിപ്പോ ഫിസിക്സ് ഇല്ലാണ്ട് നമുക്ക് ജീവിതം ഇല്ലല്ലോ. അപ്പൊ ഫിസിക്സിൽ എനിക്ക് എത്രയായിരുന്നു B+ അങ്ങനെയായിരുന്നു. അപ്പൊ ഋതുവിന് ഇപ്പൊ എത്രയാ? B+. അനൂട്ടിന്റെ മാർക്ക് ഋതുവിന് ഇല്ല, എന്നാലും പാസ്സായിനോ? ഞാൻ ഭയങ്കര പഠിക്കുന്നുണ്ടല്ലേ. അപ്പൊ കൺഗ്രാറ്റ്സ്. താങ്ക് യു.
പാസ്സായി. എ പ്ലസും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞ പോലെ അത് നമ്മൾ ഓന്റെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള നമ്മൾ വിഷമിപ്പിക്കുന്നത് എങ്ങനല്ലേ പറയണ കാണിക്കണം. ഇവനെ അധ്വാനം ചെയ്ത് കിട്ടിയത് മറക്കാൻ എല്ലാരും എഴുതിയിട്ടുണ്ടോ? ഞാനും എഴുതിയിട്ടുണ്ട് അതുപോലെ. അനുട്ടിക്ക് എത്രയായിരുന്നു? എനക്ക് അല്ലുണ്ടോ എത്ര എ പ്ലസ് ചെയ്യാനാണ്? എനക്ക് 4 A+, 3 Aയും ബാക്കിയെല്ലാം B+, ഇത് എന്തായാലും പാസ്സായി എന്ന് പറഞ്ഞ പോലെ അമ്മമ്മയോടും മാമനോടും മാമിയോടും എല്ലാം അറിയിക്കാൻ വല്യമ്മയോടും എല്ലാം അറിയിക്കാൻ വേണ്ടിയല്ല വേഗം വന്നത്. അതുകൊണ്ട് വായ ചായ കുടിക്കാലോ. അമ്മമ്മ മാമി ചായ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ചെലവുണ്ട്. താങ്ക് യു. അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ SLC പിള്ളേർക്ക് ആശംസകൾ അറിയിക്കുന്നു. വൻ വിജയത്തിൽ അമ്മ ലീന പ്രതികരിക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ദേ തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുന്നു. ചേച്ചിക്ക് സാധിക്കാത്തത് അവൻ സാധിച്ചല്ലോ, സന്തോഷം. കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. എന്തായാലും എന്റെ മോൻ വെല്ലുമേനെടുക്കുന്ന 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. അവന്റെ മാർക്ക് പറഞ്ഞു നേരത്തെ പറഞ്ഞു നമ്മൾ പറയുന്നില്ലടാ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. മാർക്കുകൾ നല്ലോണം മേടിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിനി. അത് പറയാൻ കഴിയും. എന്നാലും വെല്ലുമേനെടുക്കുന്ന 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിട്ട് എനിക്ക് ഒരു സമാധാനമൊക്കെ ഉണ്ട്. ഈശ്വര എന്റെ മോന് ഫുൾ A+ ഒന്നും കിട്ടൂലെങ്കിലും അതെനിക്ക് അറിയാം. ഫുൾ A+ കിട്ടൂല. കാര്യമുണ്ടെങ്കിലും സ്കൂളിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ടീച്ചർ പറഞ്ഞാലും പിള്ളേർ പറഞ്ഞാലും എന്നോടാ വന്നിട്ട് പറയാം. അവന്റെ അമ്മേനെക്കാട്ടി എന്നോടാ വന്ന് പറയില്ല. അതെ, പരീക്ഷന്റെ ലാസ്റ്റ് 2 മാസം ഇടയുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് പാസ്സായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ മോൻ ഇനിയും അങ്ങനെ ഉയർന്നു പോട്ട് മതി, എനിക്ക് അത്രയേ ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്ക് കളിക്കുന്ന ഒരു കളിപ്പാട്ട് ഒരു സാധനം മേടിച്ചിരുന്നു. അതാ കയ്യും കാലും വെക്കുന്നു. ഗെയിമായത് ഗെയിമിന്റെ. അതെ, സ്പീഡിൽ ഇതുപോലെ കയ്യും കാലും വെച്ചിട്ട് പോകണം. ആവുന്നില്ല കേട്ടോ, ആരും തോന്നുന്നില്ല. എല്ലാം ആകുമ്പോൾ വെച്ചിട്ട് പോവാ. എങ്ങനെ കഴിയല്ലേ? കുട്ടികൾക്ക് ബുദ്ധി വികാസത്തിന് ഇത് ഏറ്റവും നല്ലത് വെച്ചാൽ പെട്ടെന്ന് ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി നല്ല സാധനമാണ്. നമുക്കൊന്ന് ഇത് കളിച്ചു നോക്കിയാലോ? നമുക്ക് സാവധാനം നമ്മൾ കാണും ഭയങ്കര ഈസിയാണ്. 2 കാല് കൈ, 2 കാല് കാല്, 2 കാല് 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 കാല്. അപ്പൊ നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ? ഇഷിക്കിനാലും ഓടി കളിക്കല്ലേ കേട്ടാ. എടുത്ത് നോക്കുക വീണ് നോക്കാലോ നമുക്ക്. അമ്മ പഠിക്കുന്നുണ്ട് കേട്ടാ മുൻകൂട്ടിട്ട്. അമ്മ കിട്ടിയേട്ടാ. നമുക്ക് ഓക്കെയാ. നമുക്ക് ഓർത്തിട്ട് ചെയ്യുമ്പോ സമയം കിട്ടാതെ കൊണ്ടാന്ന് മനസ്സിലാകാതെ ഓർക്കാൻ വേഗം ആയണ്ട. മല്ലന്നെയാണെങ്കിൽ കിട്ടും. അതെ, കൊണ്ടുവരുന്നതാണ് നമ്മളെ മൈൻഡിലെ ഏറ്റവും സ്പീഡിലല്ലേ? അതാണ് കണക്കിലല്ല നമ്മള് സ്കൂളിൽ ഇപ്പൊ പെട്ടെന്ന് കിട്ടണമെങ്കിൽ മറ്റേ പറയുന്നില്ലേ അബാക്കസ്, അതുപോലെ. അതെ, നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ? SLCക്ക് ഉന്നത വിജയം നേടിയ അപ്പൊ ഇന്നലെ നമ്മള് റിസൾട്ട് അറിഞ്ഞിട്ട് ഇന്നിപ്പോ ഋതുവിനെല്ലാം കൂടി നമ്മൾ പോകുന്നുണ്ട് പുറത്തേക്ക് ട്രീറ്റെല്ലാം കൊടുക്കാൻ വേണ്ടിട്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പരിപാടിയാണ്. മിഞ്ഞാന്ന് സാരിന്റെ ഒരു പരിപാടി ഉണ്ട്. സാരി നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതെന്ന് വെച്ചാല് അതിന്റെ തിരക്കായി. പക്ഷെ അതിന്റെ റീൽസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സാരി എന്തായാലും ഒന്ന് കാണിക്കാം എല്ലാവരും. നല്ല രസമുണ്ട്. അപ്പൊ അതൊന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമുക്ക് അതൊന്ന് കാണാം. അതുപോലെ നമുക്ക് ഇവനെ ഒരു ട്രീറ്റും കൊടുക്കാം. എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് തന്നെ ആക്കണ്ട. പറഞ്ഞാ മതി അല്ലേ? അതായത് ഇങ്ങനെ കയറുമ്പോ ഇങ്ങനെ ആക്കുക. 2 കാലാകുമ്പോ 2 കാലം നിന്നിട്ട് ഒരു കൈ കൊണ്ട് ഏത് കൈയാന്ന് കൈ ആക്കുക. അങ്ങനെ ആക്കുക. ചേച്ചി ഓൺലൈനായിട്ട് അല്ല ഇത് അങ്ങനെ കളിച്ചോ? എന്നാല് തപാൽ വഴി കളിച്ചോ ചേച്ചി കേട്ടാ? തപാലിൽ എഴുതി അയച്ചോ കേട്ടാ? തപാലിൽ എഴുതി അയച്ചാ ചേച്ചി. അത് നമുക്ക് തുടങ്ങാം. എന്നാല് അതിനോട്ട് ഒന്ന് എടുത്തിരിക്കറ. അമ്മ കളിക്കാം. ശരിയാ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു സ്ഥലത്ത് വേണ്ടതാ. ഋതു കാത്തിരിക്കുന്നട്ടാ. പോവാ. അങ്ങനൊന്നും ഇല്ല എന്നാ പോണ്ട. തുടങ്ങാ. വാ ഇങ്ങോട്ട് തിരിച്ചിരിക്കാനോട്ടി. തിരിച്ചിരിക്കറ. അങ്ങനെ വേണ്ടല്ലേ? ശരിയാ. മാമന്റെ തല തിരിഞ്ഞു പോയി. വാ അടുക്കാന്ന് ഇങ്ങോട്ടാക്കെ. കുറച്ച് ഇങ്ങോട്ടേക്ക് തുടങ്ങാം. ഭാവിയിലോട്ട് നിന്ന് കേട്ടാ. പുള്ളി കുറച്ച് തുടങ്ങിക്കോ. ആദ്യത്തെ ആരാ? ഋഷൂട്ടൻ ഭാവ വരുന്നുണ്ട്.
ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. വിജയിച്ച് ഒറ്റയടിക്ക് വിജയിച്ച്. അടുത്തതായിട്ട് ഋത്തിക്ക്. ആ വൻ വിജയോ. അതാ പരിപാടി ഗംഭീരമായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അടുത്തതായിട്ട് അനുട്ടി വാ. ശിവനെ പോയി ഞങ്ങൾ വൃത്തിക്കാക്കാൻ ഒരു കളി പോലെ തോറ്റ് കഴിഞ്ഞാട്ടില്ല. പിന്നെ വിട്ട് അടുത്തത് ഇങ്ങനെയാ. കൊറേ വികസിച്ചു, കുറച്ചും കൂടി വികസിച്ച് എന്ത് ചെയ്യാം. ആ കവി വാ അങ്ങനെ വരട്ടെ. കുട്ടി വാ തലറിങ്ങി പോയല്ലേ. എന്റെ അമ്മയുണ്ട് കേട്ടോ. അതപ്പൊ എങ്ങനെ ഇത് അമ്മി തടിക്കും കണ്ടോ. നോക്കാം. അയ്യോ ഒന്നുമില്ല, ഞാൻ മക്കളെ പേരെ ഒന്ന് കൂടുക അത്രേ ഉള്ളൂ. ഞാനത് ഉറപ്പ് അറിയില്ല, അടുത്തെത്തട്ടെന്ന് മാത്രം. എന്നാലും ഞാൻ ഇതിൽ തോറ്റു കൊടുക്കുന്നില്ല. ഓ ഋഷിക്ക് ആദ്യം വിജയിച്ച ഇടക്കിടക്ക് വിജയിക്കുന്നുണ്ട്. ആ അമ്മ കൈകൊണ്ട് കാണിച്ചാലേ മറ്റേ കയ്യിൽ പോയി. വാ അടുത്തായിട്ട് ചേച്ചി വരൂ. അല്ല ഇത് ദൂരെ നിന്ന് കാണുമ്പോ ഞമ്മക്ക് എന്തായാലും കാക്കണം നോക്കണം ആവൂല. അടുത്ത് വരുമ്പോ മിസ്സോ ഇങ്ങനെ ചേച്ചി വിജയിക്കും. കിട്ടോ പോയിന് കിട്ടും. എന്നാലും ഒന്നേ പൊട്ടിയില്ലോ, 2 പൊട്ടി, 3 പൊട്ടിയാലും ചേച്ചി ചേച്ചി എന്നാ സ്ലോ മോഷൻ കാണിച്ചാ ചേച്ചി. സ്ലോ മോഷൻ ഇല്ല ചേച്ചി ചേച്ചി ആരെങ്കിലും ഒരാൾ ജയിക്കട്ടെ. അടുത്തത് മാമൻ കുപ്പായിട്ടില്ല. സമയത്ത് കുപ്പായില്ലാത്തോണ്ട് ഇവര് പറഞ്ഞ കുഴപ്പമില്ലാന്ന് പറഞ്ഞത്. ഇതെന്തോ ചൈനയിലാന്ന് തോന്നല്ല, മെയ്ഡ് ഇൻ ചൈന. കാണുമ്പോൾ വിചാരിക്കുന്നറിയാ സിമ്പിളാണ് എങ്ങനെയാവുന്നു, പക്ഷെ ഭയങ്കര റിസ്ക്. അതുണ്ടല്ലോ അമ്മ പറയുമ്പോ പണ്ടാരും കാത്തുകൊള്ളണേ അറിയും. ഫസ്റ്റ് എന്തോ ഇങ്ങനെ ദൈവയെ കാത്തുകൊള്ളണേ അറിയാം. ഫസ്റ്റ് പറഞ്ഞ കുത്തുകൊള്ളണേ അടിക്കുമ്പോ എന്നപോലെ അമ്മ പറഞ്ഞേ അന്റെ മോന് കിട്ടണേ. രണ്ടാമത്തെ പൊട്ടി അതിനേക്കാൾ 3-4 നമ്മള് പിടിച്ചേ. ശിവനെ. അപ്പൊ എന്തായാലും പറഞ്ഞാൽ വീഡിയോ എത്തുമ്പോ പൊട്ടക്കണ്ടേ. വാ കണ്ടാ അങ്ങനെ ഇതെന്ന് പറഞ്ഞ ഞാനെന്നാ പറഞ്ഞു ആടി എത്തി വില കൂട്ടുന്നില്ല. ആ ഈ 2 കൈ ഇടത്ത കൈയല്ലേ അങ്ങനെയൊന്നുമില്ല. അല്ലല്ല ഇടത്ത കൈ വലത്തെ കൈ കൈ വെച്ചാ മതി. കാലോ കയ്യോ ഏതെങ്കിലും ഒന്ന് വെച്ചാ മതി കവി. ഇതിപ്പോ ഈ 2 കാല് വെക്കുമ്പോ ഈ കൈ വെക്കുക. അത് ഇങ്ങനെ വെക്കുന്ന കൈ ചുണ്ടമല്ലാണല്ലേ. എടങ്ങാറ് അങ്ങനെയല്ലപ്പാ. അത് പിന്നെ അതും ശരിയാണല്ലോ പറയുമ്പോല അങ്ങനെ. അപ്പൊ ഇതെല്ലാം ജയിച്ചാലും പോരാ, അത് ജയിക്കണമെങ്കിൽ ഭയങ്കര പാടാട്ടോ. ആവൂല കേട്ടോ, ഭയങ്കര റിസ്ക് ആണ്. ഈ കൈ ഇങ്ങനെ അല്ലടാ അത് ഓരോ കൈയാടാ. ഞാൻ പറയും പോലെ അതൊന്നാ അങ്ങനെ വെച്ചിപ്പോ അതെങ്ങനെ ഇങ്ങനെ വെക്കേണ്ടി വരും നമ്മള്. മലത്തേരി വെക്കുക, ഇങ്ങനെ വെക്കുമ്പോ പുറത്തേക്ക് വരും. അത് അച്ചടി പറ്റിയ പ്രശ്നമാണ്, അല്ലാണ്ട് അങ്ങനെ വലിയൊരു കാര്യമാക്കണ്ട. ഇതെല്ലാം അടുത്ത കയ്യാണ്. കൈയെല്ലാം പൊട്ടിയിട്ട് കൊണ്ടുപോകേണ്ടി വരില്ല, തിരിച്ചു കുത്തിയിട്ട്. ഈ കവി ബൈ നമുക്ക് തീരുമാനിക്കാടി. ഇത് വീഡിയോ അങ്ങ് ലെങ്ത് ആയി പോയി. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു കൊണ്ടുവന്നതിന്റെ ഇല്ലൊന്ന് കാണിച്ചാണ്. ഇത് നമ്മൾ കാണുന്ന പോലെയല്ല, ഇച്ചിരി ബുദ്ധി വികാസം വേണ്ട കളിയാണ്. നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഇത് അത്യാവശ്യം ബുദ്ധി വേണ്ട കളിയായതുകൊണ്ട് നമ്മളെ കൊണ്ട് നടക്കൂല. ഇത് വേറൊരു കാര്യമുണ്ട്. ഇത് നമ്മള് ഓൺലൈൻ്റെ അകത്ത് തന്നെ മേടിച്ചിന് നല്ല ഷീറ്റാട്ടെ. ഇത് നമുക്ക് മറ്റേ കൂടേനവെല്ലാം ഇടാൻ പറ്റുന്ന നല്ല ഷീറ്റാണ്. വെറിയുള്ള മൊത്തം വരുന്ന ഷീറ്റാണ്. 1-2 വട്ടം നമുക്ക് ഒരു ഷോർട്സ് എടുത്തിന് കാലം വെറുതെങ്കിലും ഇറയത്തിട്ടിട്ട് കിടക്കോ കളിക്കോ മന്ത്രി പിരിയായിട്ട് ഉപയോഗിക്കാം. മന്ത്രി പിരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. എന്തായാലും അത് അതിന്റെ ഒരു ആശ അത് കണ്ടിട്ട്. അതെ ഇത് കാണുമ്പോൾ നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇത് മേടിച്ചില്ല. ഇത് കളിക്കാൻ നോക്കുമ്പോഴേക്കില്ലേ ആർക്കും അത്ര
വർക്കായിട്ടില്ല. കുറച്ച് പഠിച്ച് ആ ചേച്ചി കുറച്ച് വർക്കായിന്. ആ ചേച്ചി പിന്നെയും നോക്കിട്ട് ഇതിലെ വിജയം എന്ന് പറഞ്ഞാല് ബുദ്ധിയിലെ ടെൻഷനാണ് വിജയം. ഐ മീൻ കുറച്ച് വികാസം കുറവില്ല. അപ്പൊ ഞാൻ എന്തെല്ലോ ചളിയായിട്ട് തോന്നില്ലേ? എന്നാ പറഞ്ഞ ആയിരിക്കും ഋഷിക്ക് ഉറങ്ങിയപ്പോ ഓർത്തു നീ ഓർത്തു ഞാൻ ഒളിവിലാണ്. നീ ഓടിക്കോ കണ്ടം പോയി, അല്ലാണ്ട് എനിക്ക് രക്ഷയില്ല എന്നാണ് പറയുന്നത്. നീ എന്നാണ് സംഭവം എന്നാണ് പോയി ഉറങ്ങിയാട്ടെ, എനിക്ക് ഉറക്കുണ്ടല്ലോ. ജയിക്കണ്ട എങ്ങനെയെങ്കിലും അതിനോട് പറഞ്ഞു എന്തോ പറഞ്ഞതാന്ന് അറിയാലോ. ഇത് നല്ല രസമുണ്ട് ബാബേ. അമ്മക്കാണ് അനിയച്ചിക്ക് കണ്ണൊക്കെ അടിപൊളിയായിക്കോണല്ലേ. ഇതാണല്ലേ നല്ല രസമുണ്ട്. അപ്പൊ ഇന്ന് വെച്ചാൽ നമ്മളൊരു സാരി ഇട്ടിട്ട് റീൽസ് ചെയ്യാൻ നോക്കല. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇത് പുതിയ സാരി നമ്മളെ പ്രിൻസിപ്പലിലെ ഭംഗിയാണ്. അപ്പൊ അത് കൊടുത്ത് അതിന്റെ കൂടെ ഒരു ചെറിയ റീൽസ് എടുക്കാന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി നമ്മളെ ഹർഷ ഡ്രൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഹർഷ മറ്റേ അമ്മേന്നാണ് പിന്നെ റീൽസ് അല്ലേ ഇതമ്മ ഇത് വീഡിയോ എടുക്കുന്നത്. ഇങ്ങോട്ട് വരണ്ടേ? ആ വാ അമ്മ എടുക്കണ്ട, അമ്മ വെച്ച് നമ്മള് റീൽസ് എടുക്കുന്ന വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ നല്ല നല്ല സാരി കൊണ്ടുവന്ന് കൊടുത്ത് അമ്മക്ക് കാണാനും ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ മോളും ഇപ്പൊ +2 പഠിക്കുന്ന മോളും ഇപ്പഴേ സാരി എല്ലാം എടുത്തു തുടങ്ങി. നമ്മള് പണ്ടെല്ലാം പറയാ കല്യാണത്തിന് ഒരു സാരി എടുക്കൂല എന്താ പറയാ. ഇപ്പൊ പിന്നെ അതൊന്നുമില്ല. സാരി കൊടുക്കൂല, പിന്നെ ഉണ്ടാവും അമ്മ എന്നെ കൊടുത്തിട്ടാ സാരി. നമ്മളെ അമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മ പറഞ്ഞു ഞാൻ ഒരു കുർത്തിക്ക് അറിയാൻ മോളെ മക്കളെ അത് എനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നത്തെ പ്രാവശ്യം ഞാനേ എടുക്കലുണ്ടാവും. അടുക്ക ഒരു സെക്കൻഡ് നമ്മളെ ഇവിടെ ഉണ്ട്. ഹർഷാന്ന് നമ്മൾ ഈ സാരി എല്ലാം ഇത് ഇങ്ങനെ ആക്കി തരുന്നത്. എന്താ പറയാ ഹർഷീന്? ഡ്രേപ്പ്. ആ ഓള് പറഞ്ഞത് തന്നെ അത് ആ സാധനം ആക്കി കൊണ്ടിട്ടുണ്ടാള്. ഇത് മൊത്തം എന്തെല്ലോ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ സാരി ഉണ്ട് കാണിക്കുന്നത്. ഇതെന്റത്, പിന്നെ ഇതിന്റെ അടിയിലുള്ളതും എന്റത്. വേറെ ഓറഞ്ച് തീരും. അപ്പൊ ഇതെല്ലാം ഇന്ന് ഒരുമിച്ച് ഇട്ടിട്ട് കാണാല്ലേ. അതെ കാണാം. ചലിച്ചോണ്ട് പോന്ന ഏട്ടാ വേഗം വിട്ടോ, കവി വിടൂല. അക്ബർ എത്തിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ മട്ടന്നൂർ എത്തി. നമ്മള് ഋതുവിന്റെ ട്രീറ്റാണ്, ഫുഡ് കഴിക്കലും പരിപാടിയും ഹോട്ടലിൽ വന്നിട്ടുള്ളത്. അതെ. അപ്പൊ പറഞ്ഞ ബ്രോ എന്തുണ്ട് വിശേഷങ്ങള്? ഇത് അക്ബർ ബ്രോ നമ്മളെ പണ്ടേ അറിയായിരിക്കും. പണ്ടേ എന്താ പറയാ എത്ര വർഷമായി നമ്മൾ എല്ലാ വീട്ടിലും പറയലുണ്ട്. മഹാലാമേള എന്ന് പറഞ്ഞ പരിപാടിന്റെ ആളാണ്. അപ്പോ എല്ലാ സ്ഥലത്തും കണ്ണൂർ ജില്ലയിലേക്ക് എത്രാമത്തെയാ? നമ്മുടെ ചേട്ടനും ഫാമിലിയാണ് വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിലവിൽ വർഷങ്ങളായിട്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ എത്തും, വിളിക്കും, നമ്മൾ വരും. വല്ലം കെട്ടിക്ക് ഇരുന്നാലോ? ശ്രമിക്കാം. ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് നമ്മളൊരു ഇനാഗ്രേഷൻ പോകുന്നത് അക്കു നമ്മൾ വിളിക്കല്. അക്കു വിളിച്ചിട്ട് അതിനുശേഷം നമ്മൾ കാസർഗോഡ് നമ്മൾ പോയത്. അപ്പൊ അതിനുശേഷം നമ്മള് എവിടെയായാലും നമ്മൾ വിളിക്കും എപ്പോഴും. അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ നല്ല ഫാമിലി ആയിട്ട് നല്ല അമ്മ മോമോ എന്നാ പറയാ. എനക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് മോന്റെ കാസർഗോഡ് മേലൊക്കെ പോയത്. അതിന് ശേഷം മുതൽ ഏടെ മേലെ ഉണ്ടെങ്കിലും ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ് മേള. നമ്മള് കാണിച്ചു തരാട്ടാ. എല്ലാവരും നാട്ടിൽ പോകില്ല, എല്ലാ നാട്ടിലും പോകില്ലേ? എല്ലാ ലാഭമേളയാണ്, മഹാലാഭമേള. അപ്പൊ എല്ലാ നാട്ടിലും ഇപ്പൊ നമ്മള് മട്ടന്നൂരേ ഉള്ളു. മട്ടന്നൂർ ടൗണിൽ തന്നെ മുട്ടൻ ഓഫർ ആയിട്ടുണ്ട്. മുട്ടൻ ഓഫറാ? ഓക്കെ, നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. സെറ്റല്ലേ? സെറ്റ്. ഇത് താലി മീൽസ് എന്നാ പറഞ്ഞ കവി. എന്ത് മീൽസാ? താലി മീൽസാ. താലി മീൽസാണ്. നമ്മളിപ്പോൾ ഉള്ളത് അക്കുവിൻ്റെ മഹാലാമേളേൻ്റെ അകത്താണ് ഉള്ളത്. ഇതിപ്പം എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ ടൗണിൽ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവവും, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവവും വളരെ വിലക്കുറഞ്ഞ രീതിയിൽ കിട്ടുന്നൊരു സ്ഥലമാണ് അക്ബറിൻ്റെ മഹാലാമേള. ബ്രോ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട്? അപ്പം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മളിവിടെ ഒരു കിടക്കീഴിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യം അതായത് 16-ാം തീയതി മുതൽ 10 ദിവസത്തേക്ക് 25-ാം തീയതി വരെ എല്ലാ ദിവസവും ആദ്യം വരുന്ന കസ്റ്റമേഴ്സിന് 1 രൂപയ്ക്ക് ബക്കറ്റ് ഐറ്റംസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 വലിയ ഡ്രം 199 രൂപ, അതേപോലെ തന്നെ 5 ബക്കറ്റ് 199 രൂപ, പിന്നെ 149 രൂപയ്ക്ക് ചെയർ, 16 റോളിൽ കിഡ്സിൻ്റെ ഡ്രസ്സ്, പിന്നെ 5 സെറ്റി കവർ 189 രൂപ, പിന്നെ
2 വലിയ ഡ്രം 190 രൂപ. പിന്നെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടാണെങ്കിൽ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ 1 രൂപ മുതൽ സ്കൂൾ ഐറ്റം സ്റ്റാർട്ട് ചെയ്യണം. 1 രൂപ മുതൽ സ്കൂൾ ഐറ്റം സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൂടായിട്ട് 6 ബുക്ക് 99 രൂപ. അതായത് അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. സ്കൂൾ ഐറ്റംസിൽ 199 രൂപയ്ക്ക് കൂടെ 99 രൂപയ്ക്ക് കൂടെ സ്കൂൾ ബാഗുകൾ A to Z എല്ലാ സാധനങ്ങളും സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഇവിടെ അവൈലബിൾ ആട്ടോ. അതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഉണ്ട് ചേട്ടാ. അങ്ങനെ നമ്മൾ കറങ്ങി വന്നിട്ട് വലിയൊരു ഷോപ്പാണ്. വലിയെന്ന് പറഞ്ഞാൽ അങ്ങ് തുടങ്ങിയിട്ട് ഇങ്ങനത്തോളം നടക്കുമ്പോൾ തന്നെ ഒരാൾ ഒരു മണിക്കൂർ വേണം ഒന്ന് നടന്നു വരാൻ വേണ്ടിയിട്ട്, അത്രയും വലുതാണ്. അങ്ങനെ നമ്മളങ്ങനെ വന്നു ലാസ്റ്റ് എത്തി. അന്നേരം അക്ബറോടൊന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിവിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇത് മട്ടന്നൂർ ടൗണിലുള്ളത്. ഇത് കേരളത്തിൽ പല സ്ഥലത്തായിട്ട് ഇവരുണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം കണ്ണൂർ വന്നിരിക്കുന്ന മട്ടന്നൂരാണ്. ഇതിന് മുമ്പ് നമ്മൾ തലശ്ശേരി, തലപ്പറമ്പ്, ഒരു വക എല്ലാ സ്ഥലത്തും കാസർഗോഡ് ജില്ല എല്ലാവരും നമ്മൾ പോയിട്ടുണ്ട് അക്ബറിൻ്റെ ഈ പരിപാടീൻ്റെ ഭാഗമായിട്ട്. ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 89 രൂപ ബെഡ്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പുതപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന 59 രൂപ. പിന്നെ 10 പില്ലോ കവർ 200 രൂപ. പിന്നെ ബ്ലാങ്കറ്റ് 99 രൂപ. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലായതുകൊണ്ട് നല്ലത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് മേടിക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കടയിൽ 2000 രൂപ 3000 രൂപ എടുത്ത് മേടിക്കുന്ന വലിയ ബെഡ്ഷീറ്റുകളുണ്ട്. ഫാമിലിയുടെ ബോക്സ് ബെഡ്ഷീറ്റുകൾ അത് 2 എണ്ണം 699 രൂപ ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒട്ടുമിക്ക A to Z സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സ്കൂൾ ഐറ്റംസ് ആയാലും എല്ലാ ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നതിൻ്റെ പേരിൽ നല്ലൊരു സ്വീകരണം തന്നെയായിട്ട് തന്നിരിക്കും ജനങ്ങൾ. ഇത് മട്ടന്നൂർ ടൗണിൻ്റെ നേരെ ഒത്ത നടുക്കുള്ളത്. ആടെ മട്ടന്നൂർ ജംഗ്ഷൻ, കറക്റ്റ് ജംഗ്ഷൻ ഉണ്ട്. ഇരട്ടിക്കേക്കും കൂത്തുറമ്പിലേക്കും തിരിയുന്ന സ്ഥലം കറക്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇത് 100 രൂപയുടെ മഹാലാഭമേള. അമ്മയോ അവരിൽ അടയുള്ളത്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങലായി. ബ്രോ അടിപൊളിയായി പോട്ടെ. ശരി വിജയേട്ടാ. ഓക്കെ.